ഡിപ്രഷൻ എന്ന അവസ്ഥ മൂലം മരിക്കണമെന്ന് തോന്നുന്നവരുണ്ടാകാം. എന്നാൽ താൻ മരിച്ചുവെന്നും നിലവിൽ അഴുകിയിരിക്കുകയാണെന്നും രക്തവും ആന്തരികാവയവങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണെന്നുമുള്ള മിഥ്യാധാരണമായി ജീവിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? കോട്ടാർഡ് സിൻഡ്രോം എന്ന ഒരു അപൂർവ ന്യൂറോ സൈക്യാട്രിക് രോഗാവസ്ഥയാണിത്. ഇതിന്റെ ലക്ഷണങ്ങളായി പറയുന്നത് ആത്മഹത്യാ പ്രവണത, നിരാശ, ഉത്കണ്ഠ, ഭയം എന്നിവയൊക്കെയാണ്. ചിലർക്ക് തീവ്രമായ കുറ്റബോധവും സ്വയം കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. മറ്റു ചിലർക്ക് തങ്ങൾ അമർത്യനാണെന്നോ എന്നേക്കും ജീവിച്ചിരിക്കുമെന്നോ തോന്നലുണ്ടായേക്കാം. ചിലർക്ക് സ്വന്തം ശരീരത്തിൽ നിന്ന് താൻ ഡിറ്റാച്ച്ഡ് ആയി പോയി എന്ന വികാരവും ഉണ്ടായിരിക്കും. എല്ലാത്തിനോടും ഒരു തരം താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ട്. എന്തിന്? നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരുന്ന പല ഹോബികളോടും ഒരു താല്പര്യക്കുറവ് തോന്നുന്ന അവസ്ഥയുണ്ടാകും. യുഎസിലെ ഒരു കേസ് സ്റ്റഡി പറയുന്നത് ഇത്തരം അസുഖം ബാധിച്ച ഒരു വ്യക്തി അയാളുടെ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുകയും പിന്നീട് അയാൾ എയ്ഡ്സ് ബാധിച്ച് മരണപ്പെട്ട് നരകത്തിൽ എത്തിച്ചേർന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തു എന്നാണ്. എത്ര ഭീകരമായ ഒരു അവസ്ഥയാണല്ലേ?